ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളേജ് തന്നെ ചീത്തകൾ എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യണം. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആൾറെഡി എല്ലാവരും ഇപ്പോൾ ഒരു TG എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റായ പൗസിൻ്റെ കുറച്ച് അപ്ഡേറ്റും അതേപോലെ തന്നെ ക്യാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് റീസെൻ്റ്ലി കുറേ പേര് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൈനിങ്ങും അങ്ങനെയുള്ള ടിക്കറ്റ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അരോവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊജക്റ്റാണ്. പക്ഷേ ആൾക്കാർ കയറുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പൗസിൻ്റെ കാര്യം വരുമ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. ആ ഒരു ക്വസ്റ്റ്യനും ഞാൻ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഞാൻ സൊലാന വാലറ്റ് മസ്റ്റായിട്ട് കണക്ട് ചെയ്യണോ? ഞാൻ ആൾറെഡി ടോൺ വാലറ്റ് കണക്ട് ചെയ്താണല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഫസ്റ്റ് കുറേ പേരിൻ്റെ ഡൗട്ട്. അതെന്തായാലും ഈ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ റീസെൻ്റ്ലി ഈ ടെലിഗ്രാമിൽ നിന്ന് അവർ മാറി വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണ്, അവർ ടോൺ നെറ്റ്വർക്കിൽ നിന്ന് അവർ മാറിയിട്ട് അവർ റീസെൻ്റ്ലി സൊലാന നെറ്റ്വർക്കിലാണ് അവരുടെ പ്രൊജക്റ്റ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും കമ്പൽസറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സൊലാന വാലറ്റ് അല്ലെങ്കിൽ ഫാൻറ്റം വാലറ്റ് അതിൽ കണക്ട് ചെയ്ത് വെക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കണക്ട് ചെയ്യാൻ വെക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും അത് കണക്ട് ചെയ്ത് വെക്കുക. അത് കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്കൊരു എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് 3 lakh പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണോ ഞാൻ എലിജിബിൾ? തീർച്ചയായും അല്ല. നമ്മൾ മുമ്പ് തന്നെ എന്തായിരുന്നു, ഞാൻ ഇവിടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ മുമ്പ് തന്നെ നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എലിജിബിൾ ആണ്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു വൗച്ചർ വാങ്ങണം ഇല്ലെങ്കിൽ NFT വാങ്ങണം അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾ മുമ്പ് തന്നെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും പൗസ് എയർ ഡ്രോപ്പിലേക്ക് എലിജിബിൾ ആണ്. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ വെബ്സൈറ്റ് അവരുടെ എടുത്തിട്ടുണ്ട്. റീസെൻ്റ്ലി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യം ബാജസിൻ്റെ കാര്യം നമ്മൾ എന്തായാലും പറയും. അപ്പോൾ ഞാനിവിടെ കയറുന്നുണ്ട്. ഇവിടെ ക്ലെയിം സെഷൻ വരുന്നുണ്ട്. ക്ലെയിം സെഷനിൽ വന്നിട്ട് നിങ്ങൾ നേരെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് നെക്സ്റ്റ് അടിച്ച് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ പൗസ് എയർ ഡ്രോപ്പിലേക്ക് എല്ലാവരും എലിജിബിൾ ആണ്. നിങ്ങൾ 3 lakh പോയിൻറ്റ്സ് വേണമെന്ന് ഒരു കാര്യമില്ല, ഒരു നിർബന്ധമില്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, ബാഡ്ജസ് കമ്പൽസറി ആണോ, അത് നമ്മൾ എന്തായാലും എടുക്കണോ എന്നുള്ളൊരു കാര്യമാണ്. അതും ഇതേപോലെ തന്നെയാണ്. ഇന്നലെ ആയിരുന്നു ബാഡ്ജസിൻ്റെ സമയം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മണിക്കൂർ മുമ്പ് തന്നെ അവർ റിമൈൻഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആൾറെഡി തന്നെ നമ്മൾ വോട്ടിംഗ് ബാഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു ബാഡ്ജ് നമ്മൾ ആൾറെഡി ഒരു ബാഡ്ജ് മസ്റ്റായിട്ട് നമ്മൾ എന്തായിരിക്കും എലിജിബിൾ ആയിരിക്കും, നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ എക്സ്പ്ലോർ ടോൺ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ ടോൺ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതും അവിടെ ക്ലിക്ക് വന്നിട്ടുണ്ടാവും. ഞാൻ എന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇന്നലെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ എന്താ മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ, അത് ചെയ്താൽ മാത്രമാണ് എലിജിബിൾ ആവുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. നിങ്ങൾ മുമ്പ് അവിടെ കയറിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്, കൺഗ്രാജുലേഷൻ നിങ്ങൾ എലിജിബിൾ ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എലിജിബിൾ ആയിട്ടുണ്ടാവും, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നലെ വരെ വോട്ടിംഗ് ബാഡ്ജ് അവിടെ ടിക്ക് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എക്സ്പ്ലോർ ടോൺ അവിടെ ടിക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്തായിരുന്നു ക്ലിക്ക് ചെയ്താൽ വരുമെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തന്നെ സപ്പോർട്ടർ ബാഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്തായാലും എല്ലാവരും എടുത്തിട്ടുണ്ടാവും. ആ ഒരു ബാഡ്ജാണ് നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ആയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഡോൾഫിൻ വൈൽ ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ബാഡ്ജസ് അവിടെ ഉണ്ട്. ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ ടോൺ കൊടുക്കണം. മിനിമം ആയിട്ട് വരുന്നത് തന്നെ 2.9 ടോൺ, ആൾമോസ്റ്റ് 3.5 ടോണൊക്കെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചിലവാകും. അതേപോലെ തന്നെ വെയിൽ എന്ന് പറഞ്ഞാൽ 50 ടോണൊക്കെയാണ് അവർ പറയുന്നത്. 50 എന്ന് പറഞ്ഞാൽ എത്രത്തോളം പൈസ ആയി നിങ്ങൾ ചിന്തിക്കുക. ഗോട്ട് എന്ന് പറഞ്ഞാൽ 100 ടോണാണ്. അപ്പോൾ ഇതൊക്കെ എടുത്താൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ, കൂടുതലായിട്ടുള്ള എയർ ഡ്രോപ്പും കൂടുതലായിട്ട് ഈ ബാഡ്ജ് മേടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ടോക്കൺ അലോക്കേഷനും കിട്ടുമായിരിക്കും എന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ നമുക്ക് അതായിരിക്കും തോന്നുന്നത്. എനിക്ക് അതാണ് അറിയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്ലോർ ടോൺ എന്നുള്ള ഓപ്ഷനിൽ വന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു വോട്ടിംഗ് പോലെയായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും ടോൺ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കൊടുത്തത് വെറും 0.1 ടോൺ മാത്രമാണ്. അത് കൊടുത്തിട്ടാണ് ഞാൻ വെറും 10 W പൗസ് അവിടെ എടുത്തത്. ഈ 10 W പൗസ് എന്ന് പറയുന്നത്, ഈ W പൗസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. മേ ബി ഇതിൻ്റെ 10 അപ്രോക്സിമേറ്റ്ലി 10 എന്ന് പറയുന്നത് നമുക്കൊരു ടോക്കണിൻ്റെ എന്തായിരിക്കും, മേ ബി കൂടുതലായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു 20 ആയിരിക്കാം. അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ
മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് താഴെ കമൻറ്റിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എത്രയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു കാര്യമാണ്. ആൾമോസ്റ്റ് ഇപ്പോൾ 23 മില്യൺ പ്ലെയേഴ്സ് മാത്രമാണ് നമ്മുടെ പൗസിൽ എലിജിബിൾ ആയിട്ടുള്ളത്. അത് 7 മില്യൺ, അതിലും അത്രത്തോളം കുറവായിട്ടുള്ള ആൾക്കാർ, 23 മില്യണും ഇല്ല, 7, 10 എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കറക്റ്റ് ആയിട്ടുള്ളത് നമുക്കറിയില്ല എത്ര പേരാണ് എലിജിബിൾ ആയെന്ന്, അവർ പറഞ്ഞൊരു ഐഡിയ ആണ്. അപ്പോൾ മൊത്തം 60 സംതിങ് മില്യൺ ആൾക്കാരൊക്കെ ഇന്നെലിജിബിൾ ആയി, 23 സംതിങ് ആൾക്കാരൊക്കെ ഇന്നെലിജിബിൾ ആയെന്ന് പല ന്യൂസുകൾ വരുന്നുണ്ട്. എന്തായാലും കുറേ ആൾക്കാർ ഇന്നെലിജിബിൾ ആയത് എലിജിബിൾ ആയ ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇന്നെലിജിബിൾ, ഒരു ടോട്ടലായിട്ട് ഇന്നെലിജിബിൾ ആയ ആൾക്കാർക്ക് ഇനി നമുക്ക് അടുത്ത പ്രൊജക്റ്റ് പിടിക്കാമെന്ന് മാത്രമാണ് എന്നെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ എന്ത് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഇല്ലെങ്കിൽ എൻ്റെ ഒരു അറിവിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ അവർ നമുക്കിത് ഒഫീഷ്യലായിട്ട് തന്നിട്ടില്ല. അപ്പം ഞാനിവിടെ ഒരു സ്റ്റാറ്റസ് എടുക്കുകയാണ്. മൊത്തം 7 മില്യൺ പ്ലെയേഴ്സ് മാത്രമാണ് എലിജിബിൾ ആയി എന്നാണ് എനിക്ക് കിട്ടിയ ന്യൂസ്. അപ്പോൾ 7 മില്യൺ പ്ലെയേഴ്സാണ് എലിജിബിൾ ആയിട്ടുള്ളൂ. 63 മില്യൺ പ്ലെയേഴ്സും എന്തായി, എലിമിനേഷനിലേക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡോഗ്സ് വെച്ച് കമ്പയർ ചെയ്യാണ്. ഇപ്പോൾ ഡോഗ്സ് വെച്ച് നമ്മുടെ ഇതിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആവറേജ് പ്ലെയേഴ്സ് അവിടെ 80K സംതിങ് പ്ലെയേഴ്സ് ആയിരുന്നു. പക്ഷേ പൗസിൽ നല്ല രീതിയിൽ തന്നെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ്ലി 560 ബില്യൺ പൗസ് പോയിൻറ്റ്സ് ആണ് മൊത്തം ടോട്ടലായിട്ടുള്ള ആൾക്കാരുടെ ഉണ്ട് എന്ന് നമ്മൾ കണക്ക് വെക്കുകയാണ്. നമുക്ക് ഒരിക്കലും തീർച്ചയായിട്ടും അറിയില്ല. എനിക്കുള്ള എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് എനിക്ക് 6 ലക്ഷം പൗസ് ഉണ്ട്. ഞാൻ അതിൽ തന്നെ 19,000 സംതിങ് റാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്. മൊത്തം 7 മില്യൺ. അപ്പം ഞാൻ ഏറ്റവും നല്ല റാങ്കിലാണ് നിൽക്കുന്നതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അതേപോലെ തന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ടോട്ടൽ ഇപ്പോൾ ഒരു 800 ബില്യൺ ടോക്കൺ ആയിരിക്കും അവർ കൊടുക്കുന്നത്. അത് എല്ലാ ടോക്കണും 1:1 റേഷ്യോയിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 3 ലാക്ക് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു 100 മാർക്കറ്റ് ക്യാപ്പിലാണ് അവർ തരാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $30 to $40 ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനേക്കാളും കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റ് വളരെയധികം യൂസേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല പൊട്ടൻഷ്യലും ഉണ്ട്. സൊലാന നെറ്റ്വർക്കിലാണ് ഇത് വരുന്നത്. അപ്പോൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു 3 ലാക്ക് പോയിൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ അറൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു $50 കിട്ടാനുള്ള വഴിയൊക്കെ പൗസുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെ നല്ല പൈസയൊന്നും അല്ല ഈ $50 എന്ന് പറഞ്ഞാൽ. $50 എന്ന് പറഞ്ഞാൽ 4,000-5,000 രൂപേൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ഡൗട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത ഇതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ടോക്കണോമിക്സ് ആണ്. ഈ ടോക്കണോമിക്സിൽ ഞാനിത് കാണിച്ചു തരുന്നില്ല, അത് പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 62% ആണ് കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിവിടെ 60% ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾമോസ്റ്റ് ഒരു 560 ബില്യൺ പൗസ് ടോക്കണാണ് നമുക്ക് കിട്ടുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അത് എപ്പോഴാണ് ലിസ്റ്റിംഗ്? ഈ ലിസ്റ്റിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ടെലിഗ്രാമിൻ്റെ ടേംസ് ആൻഡ് ഗൈഡൻസ് പറഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ലോസ് ആൻഡ് റൂൾസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലവർ പറഞ്ഞിട്ടുള്ളത് ഈ ഫെബ്രുവരി തന്നെ എല്ലാ ആൾമോസ്റ്റ് പ്രൊജക്റ്റും ഞങ്ങളുടെ ടെലിഗ്രാമിലുള്ളവർ എല്ലാവരും ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പൗസിൽ ചെറിയൊരു ടിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടെലിഗ്രാമിൽ നിന്ന് മാറിയിട്ട് ടോൺ നെറ്റ്വർക്കിൽ നിന്ന് മാറിയിട്ട് സൊലാനിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൾമോസ്റ്റ് തന്നെ അവർ റെഗുലറായിട്ട് ഫോളോ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്നാപ്ഷോട്ട് ആയിക്കോട്ടെ, ഓരോരോ കാര്യങ്ങൾ അവർ പറയുന്നതായിക്കോട്ടെ, അപ്ഡേറ്റുകളായിക്കോട്ടെ, അതെല്ലാം നല്ല ആ പക്ക ടൈമിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. അപ്പോൾ എന്തായാലും ഫെബ്രുവരി പാതി ആകുമ്പോഴേക്കും നമ്മുടെ പൗസ് ലിസ്റ്റ് ആവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വീക്ക് നമ്മുടെ ആക്ടിവിറ്റി ചെക്ക് ലൈവ് ആവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ബാഡ്ജസ് കഴിയാനുള്ള സമയം എന്നവർ പറഞ്ഞു. NFT എന്താണ് 2 ദിവസം മുമ്പ് ലൈവ് ആവുമെന്ന് പറഞ്ഞു. അതൊക്കെ പക്കയായിട്ട് ചെയ്തവരാണ്. അപ്പോൾ എന്തായാലും ഈ വീക്ക് ആക്ടിവിറ്റി ചെക്ക് ലൈവ് ആവുകയും അടുത്ത വീക്ക് നമുക്കത് ലിസ്റ്റ് ആവാനുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ ഐഡിയ എങ്കിൽ അവരെന്ത് ചെയ്യും കൊണ്ടുവരുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 100 മില്യൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഏത് നെറ്റ്വർക്കിലാണ്, സൊലാന നെറ്റ്വർക്കിലാണ്. അതേപോലെ തന്നെ ആക്ടിവിറ്റി ചെക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്രത്തോളം ഡീറ്റെയിൽ ആണ് എനിക്ക് പൗസിൻ്റെ നിങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനുപരി നിങ്ങൾക്ക് എന്നിട്ടും വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ ക്യാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ക്യാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആൾറെഡി തന്നെ എന്താണ് അതിൻ്റെ മൈനിങ് ഇല്ലെങ്കിൽ ഫാമിംഗ് എന്നുള്ളത് കഴിഞ്ഞു. ഇനി അടുത്ത എന്ത് സ്റ്റെപ്പാണ് എന്നുള്ളതാണ് അവർ എന്ത് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പം എനിക്കിവിടെ മൊത്തം എത്ര ടിക്കറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 1400 ടിക്കറ്റാണ് എനിക്കിവിടെ ഉള്ളത്. ഞാനൊരു ആൾമോസ്റ്റ് നല്ലൊരു വാല്യൂലാണോ ഇല്ലെങ്കിൽ നല്ലൊരു ലീഡർ ബോർഡിലാണ് നിൽക്കണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. എന്നെക്കാളും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടിക്കറ്റ്സ് ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ 45,000 ലക്ഷക്കണക്കിനാണ് ഉള്ളത്. നമ്മൾ വെറും 1,000 2,000 മാത്രമാണ് നമുക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ മേജറായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് അവർക്കൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മളും ഈ ഒരു 1400 മോശമൊന്നുമല്ല. ഇത് പിന്നെ മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പവൽ ദുരവോ അതേപോലെ തന്നെ ടെലിഗ്രാമിൻ്റെ ചാനൽ ഇല്ലെങ്കിൽ ടെലിഗ്രാമിൻ്റെ CEO ആയ പവൽ ദുരവ്
ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്ന് എവിടെ നിന്നും നമുക്ക് ന്യൂസ് കിട്ടിയിട്ടില്ല. ആളുടെ ട്വിറ്റർ പേജിൽ അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ മേ ബി ഇതൊരു സ്കാം ആയിരിക്കാമോ, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ മേ ബി ഒരു സ്കാം ആവാം. നിങ്ങൾക്ക് പ്രോഫിറ്റ് അധികം ഒന്നും കിട്ടില്ലായിരിക്കും. അവൻ്റെ സ്ട്രാറ്റജി ഒക്കെ നല്ലതാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് സ്റ്റേക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും സ്റ്റേക്കിംഗ് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് ലിസ്റ്റിങ്ങിന് കുറച്ച് സമയം എടുക്കാം, കിട്ടും, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇല്ലെങ്കിൽ ആ സ്റ്റേക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വല്ല റിവാർഡുകളായിരിക്കാം കിട്ടാൻ പോകുന്നത്, നമുക്കൊന്നും അറിയില്ല. പക്ഷേ അവൻ്റെ റീസെൻ്റ്ലി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഹിയർ, ടൈമർ ഹാസ് എൻഡഡ്, താങ്ക് യു ടു എവരി വൺ ഹൂ ജോയിൻഡ് us early, ടുമാറോ സ്റ്റേക്കിംഗ് വാസ് ലൈവ് ഇൻ അവർ മിനി ആപ്പ്. അപ്പോൾ ഇന്നലെ വന്ന അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് അതിൻ്റെ സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതുവരെ നമുക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് 7 ഗിഫ്റ്റ് കളക്ഷൻ വിൽ ബി എലിജിബിൾ വിത്ത് മോർ ടു കം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ഇത് ലൈവായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലെ ഫസ്റ്റ് 7 ഗിഫ്റ്റ് കളക്ഷൻ, ഫസ്റ്റ് ക്യാപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളക്ഷൻ ആയിരിക്കാം, അത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമ്മൾ എലിജിബിൾ ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേക്ക് യുവർ ഗിഫ്റ്റ്, ഏൺ ടിക്കറ്റ്സ് ആൻഡ് പ്രിപ്പയർ ഫോർ വാട്ട് നെക്സ്റ്റ്. അപ്പോൾ ഇനിയും കുറേ സമയമൊക്കെ എടുക്കും. അവരിങ്ങനെ ഒരു സമയം 7 days 6 days എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിൽ എൻഗേജ്മെൻ്റ് ആക്കിയിട്ട് കൂടുതൽ ആൾക്കാരിനെ കയറ്റിയിട്ട് വീണ്ടും ലാഗ് ആക്കിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് വിൽ കം ഇൻ ഹാൻഡി വെരി സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും നമുക്ക് തിരിച്ച് കിട്ടും, നമുക്ക് സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ മെയിനായിട്ട് ഇവിടെ നോക്കേണ്ട കാര്യം എന്താണ്, അവരൊരു 7 ഗിഫ്റ്റ് കളക്ഷൻ അവിടെ കൊണ്ടുവരും. അത് നിങ്ങൾ മസ്റ്റായിട്ട് കളക്ട് ചെയ്യണം. നമ്മുടെ ചാനലിൽ എന്തായാലും അത് വന്നു എന്ന് പറഞ്ഞാൽ പറയും. ഞാൻ 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും അത് അപ്ഡേറ്റ് കിട്ടണം. ഈ വീഡിയോ കണ്ടു കഴിയുന്നവർ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ സാധനം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് കളക്ട് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അരോവിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ അരോവിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ കുറേ പേർക്ക് കുറേ ഡൗട്ടുകളാണ്. ഇതിന് 10 മില്യൺ ഫണ്ടിങ് ഉണ്ടോ, ഇതെന്താണ് സംഭവം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ട്വിറ്റർ പേജിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള 10 മില്യൺ ഫണ്ടിങ്ങിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യുവർ ജേർണി സ്റ്റാർട്ട് ഹിയർ, ജാനുവരി 9 തീയതിയാണ് അവരിവിടെ പറഞ്ഞിട്ടുള്ളത്. ഡോണ്ട് മിസ് ദ 10 മില്യൺ എയർ ഡ്രോപ്പ്, സെക്യൂർ സ്പോട്ട് ഇൻ ദ ഫ്യൂച്ചർ ബ്ലോക്ക് ചെയിൻ, ഇൻറോസ് പാരോസ്പിറ്റിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ഏണിംഗ് നൗ, ടെലിഗ്രാം ബോട്ടാണ് ഇത്. അതേപോലെ തന്നെ ജോയിൻ അവർ ടെലിഗ്രാം ചാനൽ, അതേപോലെ തന്നെ അവൻ്റെ വെബ്സൈറ്റിൻ്റെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുതരാം. 10 മില്യൺ ഫണ്ടാണ്. നമുക്ക് ആകെ 1 ലക്ഷം യൂസേഴ്സ് മാത്രമായിരുന്നു ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ഇടുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഒരുപാട് കൂടിയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ഇത് കളിക്കാനും ആക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ എത്രത്തോളം സപ്ലൈ ആണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 60% ഓഫ് സപ്ലൈയും നമുക്കാണ് തരാൻ പോകുന്നത്. ടോട്ടലായിട്ട് 10 മില്യൺ ഫണ്ടിങ് ആണ്. അപ്പം നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടും എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. 60 മില്യൺ ടോക്കൺ സപ്ലൈ വർത്ത് ഇത്രത്തോളം സംതിങ് ഒരു 6 മില്യൺ 1 2 3 7 പൂജ്യമൊക്കെയാണ് സംതിങ് മില്യൺസ് ഒക്കെ പോയിന്റ്സ് നമുക്ക് എന്താണ് അല്ലെങ്കിൽ ടോക്കൺസ് നമുക്കാണ് ഇവർ എയർ ഡ്രോപ്പ് ആയിട്ട് 60% തരുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എന്താണ് ഇതിൽ എൻഗേജ്മെൻ്റ് ആയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു നല്ല പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. ഉള്ളിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഓട്ടോമാറ്റിക്കലി മൈനാണ്. നമുക്കിതിൽ ഡെയിലി ഒന്ന് കയറുക, ഡെയിലി ഒന്ന് ചെക്കിങ് ചെയ്യുക, കുറേ ആൾക്കാരെ റെഫർ ചെയ്യുക. പിന്നെ അവിടെ കുറച്ച് ഏൺ സെഷനിൽ വന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും. ഈ ടാസ്കൊക്കെ ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എൻ്റെ ലീഡർ ബോർഡ് എന്ന് പറഞ്ഞാൽ നല്ല ലീഡർ ബോർഡാണ്. ഞാൻ ചെയ്യുന്നത് നല്ല പ്രൊജക്റ്റ് ഏർലി ആകുമ്പോൾ തന്നെ നിങ്ങൾ നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ അത് കൊണ്ടുവന്ന് തരും. അതിന് വല്ല പൈസ കിട്ടുകയാണെങ്കിൽ എന്തായാലും കിട്ടട്ടെ. അങ്ങനെ ഏർലി ആയിട്ട് തരുന്ന പ്രൊജക്റ്റുകളിൽ നിന്നാണ് ഞാൻ നല്ല ലീഡർ ബോർഡിൽ നിൽക്കുന്നത്. പൗസിലും അതുകൊണ്ടാണ് ഞാൻ നല്ല ലീഡർ ബോർഡിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രൊജക്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ആവുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നല്ല ഏൺ സെഷനിൽ പോവുക, ഡെയിലി മൈനിങ് മാത്രമാണ്. അതേപോലെ തന്നെ പ്രധാനമായിട്ട് വാലറ്റ് കണക്ഷൻ ഇതിലുണ്ട്. ഈ വാലറ്റ് കണക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് വെക്കുക. കുറച്ച് ലാഗൊക്കെ ഉണ്ടാവും. എന്തായാലും വാലറ്റ് കണക്ഷൻ നിങ്ങൾ ചെയ്ത് വെക്കുക. ഇതിൽ ഓരോരോ ടാസ്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എനർജിയാണ് കൂടുക. എത്രത്തോളം എനർജി കൂടുന്നോ അത്രത്തോളം ഡെയിലി മൈനിങ് ആണ് കൂടുക. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് ഇതൊന്നും എല്ലാവർക്കും കിട്ടട്ടെ. നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് ഒക്കെ ആയി എന്ന് പറഞ്ഞിട്ട് താഴെ കമൻറ്റിൽ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയും. അപ്പോൾ നല്ല പ്രോഫിറ്റ് ഇന്ന് കിട്ടുന്നത് എനിക്കൊരു 100% ഉറപ്പുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം വ്യൂസേഴ്സ് ഒന്നും ഇല്ല, ഒരുപാട് ആൾക്കാർ ഇത് കളിക്കുന്നില്ല, ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് വെച്ച് പറയുന്നില്ല. അപ്പോൾ എന്തായാലും മസ്റ്റ് ഇതിലും കൂടി കയറുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഇനി എപ്പോഴും പറയുന്ന പോലെ ഈ ലൂട്ട്സിൻ്റെ കാര്യമാണ്. ഇതുവരെയും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഇതിലൊന്ന് കയറി നോക്കുക. കയറി നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പൈസ കിട്ടും. ഞാനിവിടെ ഏഞ്ചൽ വണ്ണിൻ്റെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കുറേ പ്രൊജക്റ്റുകളുടെ ഇട്ട് തരാം. നിങ്ങൾ ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ UPI കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് ഗൂഗിൾ പേ എടുത്ത് UPI എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെക്കോർഡ് ചെയ്യണ കട്ടാവും. അപ്പോൾ നിങ്ങളുടെ UPI കൊടുക്കുക. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് എവിടെയായിരിക്കും, പ്ലേ സ്റ്റോറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇവരിവിടെ പറയുന്ന ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സഡൻലി ₹1 കയറും. ആ ₹1 കയറി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളൊരു KYC കംപ്ലീറ്റ് ചെയ്ത് ആധാറും പാനും കൊടുത്ത് KYC കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ നിങ്ങൾക്ക് 170 രൂപയാണ് സഡൻലി ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറുക. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ലിങ്ക് നിങ്ങൾ വേറൊരു കൂട്ടുകാരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ 4-5 ആളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 500-600 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ്. അപ്പോൾ ഇതിന് പ്രൂഫൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പേ എടുത്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ റെക്കോർഡിങ് കട്ടാവും. അതുകൊണ്ടാണ് അവരിപ്പോൾ പുതിയതായിട്ട് സ്ക്രീൻ റെക്കോർഡ് അതിൽ അലോഡല്ല. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറിയെന്ന് പറഞ്ഞാൽ അവിടെ താഴെയുള്ള ആൾക്കാർ കുറേ പിള്ളേർ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറും. പുതിയ ലൂട്ടില്ലേ, ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വേറെ ലൂട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പൈസ കിട്ടും. പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ താഴെ വന്നിട്ട് കിട്ടിയെന്നെങ്കിലും പറയാം. അപ്പോൾ കുറേ പേർക്ക് നല്ല യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൗസിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ പ്രൊജക്റ്റായ ക്യാപ്സിൻ്റെ പുതിയ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അരോവിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. മസ്റ്റായിട്ട് ഈ ലൂട്ട്സിലും കയറുക, നമ്മുടെ ടെലിഗ്രാം ചാനലിലും കയറുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ടു, എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നതുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.